കഥ ചുളിവുകൾ പറയാത്ത കഥകൾ. രചന ജീവാമൃതം ഡോക്ടർ സിന്ധു BK. അവതരണം നൂർജഹാൻ തൃശ്ശൂർ. ചുളിവുകൾ പറയാത്ത കഥകൾ. 65-ാം പിറന്നാളിൻ്റെ പ്രഭാതത്തിൽ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ലക്ഷ്മിയമ്മ തൻ്റെ മുഖത്തെ ചുളിവുകളെ കുറച്ചു നേരം നോക്കി. ഒരു കാലത്ത് അവയെ മറയ്ക്കാൻ അവർ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഓരോ ചുളിവും ജീവിതമെഴുതിയ ഒരക്ഷരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അമ്മേ, കണ്ണാടിയുടെ മുന്നിൽ എന്താണ് ഇത്ര നേരം നോക്കി നിൽക്കുന്നത്? മകൾ മീരയുടെ ചോദ്യം കേട്ട് ലക്ഷ്മിയമ്മ മെല്ലെ പുഞ്ചിരിച്ചു. ഈ മുഖമല്ല മോളെ, ഈ മുഖത്ത് ജീവിതം എഴുതി വെച്ച കഥകളാണ് ഞാൻ വായിക്കുന്നത്. മീര അടുത്തു വന്നു. അമ്മയുടെ നെറ്റിയിലെ ചുളിവുകളിൽ വിരലൊടിച്ചു. ഇത്രയും ചുളിവുകൾ വന്നല്ലോ അമ്മേ, വിഷമമില്ലേ? ലക്ഷ്മിയമ്മ ചിരിച്ചു. ചുളിവുകൾ വന്നതിൽ വിഷമമില്ല. ചുളിവുകൾ വരും വരെ ഞാൻ ജീവിച്ചു എന്ന സന്തോഷമേ ഉള്ളൂ. മകൾക്ക് അത്ഭുതമായി. എങ്ങനെയാ അമ്മേ അങ്ങനെ പറയുന്നത്? അമ്മ പതിയെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഈ നെറ്റിയിലെ വരകൾ കാണുന്നില്ലേ? നിന്റെ അച്ഛൻ ആശുപത്രിയിൽ കിടന്നിരുന്ന രാത്രികളിൽ ഉറങ്ങാതെ കാത്തിരുന്ന ദിവസങ്ങളുടെ ഓർമ്മകളാണ്. ഈ കണ്ണിനരികിലെ ചുളിവുകൾ നിങ്ങൾ ആദ്യമായി അമ്മ എന്ന് വിളിച്ചപ്പോൾ വിരിഞ്ഞ ചിരിയുടെ ശേഷിപ്പുകൾ. ഈ കവിളിലെ വരകൾ കണ്ണീരൊപ്പി മറ്റുള്ളവരെ ആശ്വസിപ്പിച്ച ദിവസങ്ങളുടെ അടയാളങ്ങൾ. ഈ അതരത്തിനരികിലെ ചുളിവുകൾ ഉള്ളിൽ കരഞ്ഞിട്ടും പുറത്തു ചിരിക്കാൻ പഠിച്ച ജീവിതത്തിൻ്റെ ഒപ്പാണ്. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ചുളിവുകൾ വാർദ്ധക്യമല്ലേ? അല്ല മോളെ, ജീവിതമെഴുതിയ ആത്മകഥയാണ്. അപ്പോഴേക്കും കൊച്ചുമകൾ ഓടിയെത്തി. അമ്മുമ്മേ, എനിക്കൊരു കഥ പറഞ്ഞു തരാമോ? ലക്ഷ്മിയമ്മ അവളെ മടിയിലിരുത്തി. കഥയോ? ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട്. എവിടെ? കൊച്ചുമകൾ അത്ഭുതപ്പെട്ടു. അമ്മുമ്മ സ്വന്തം മുഖം ചൂണ്ടിക്കാട്ടി. ഇവിടെയുണ്ട്, ഈ ചുളിവുകളിൽ. വായിക്കാൻ അറിയുന്നവർക്ക് ഇവ ഓരോ കഥകളാണ്. കൊച്ചുമകൾ അമ്മൂമ്മയുടെ കവിളിൽ ഒരു ഉമ്മ നൽകി. അമ്മൂമ്മേ, എനിക്ക് ഈ ചുളിവുകൾ ഒരുപാട് ഇഷ്ടമാണ്. എന്തുകൊണ്ട്? കാരണം ഇതിലൊക്കെ ഞങ്ങളുണ്ടല്ലോ. ആ ഒരു വാചകം ലക്ഷ്മിയമ്മയുടെ ഹൃദയത്തെ സ്പർശിച്ചു. അവർ കണ്ണാടിയിലേക്ക് വീണ്ടും നോക്കി. അപ്പോൾ അവിടെ കണ്ടത് വാർദ്ധക്യമുള്ള ഒരു സ്ത്രീയെ ആയിരുന്നില്ല. സ്നേഹിച്ചും സഹിച്ചും നഷ്ടപ്പെട്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റും ജീവിതത്തെ ജയിച്ച ഒരു സ്ത്രീയെയായിരുന്നു. ഗുണപാഠം: ചുളിവുകൾ മുഖത്ത് വീഴുന്ന വരകളല്ല, കാലം ഹൃദയത്തിലെഴുതിയ അനുഭവങ്ങളുടെ ഒപ്പുകളാണ്. ഓരോ ചുളിവും ഒരു മുറിവ് ഭേദമായ കഥയും ഓരോ പുഞ്ചിരിയും ഒരു അതിജീവനത്തിൻ്റെ വിജയഗാഥയുമാണ്.